ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരെയും കൂടിയിട്ട് പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് ഫൈനാൻസുകാരൻ്റെ ഓഫീസിലേക്ക് വരണം കേട്ടോ. നമ്മുടെ ശരത്ത് ജോലി ചെയ്യണ ആ ഒരു ഫൈനാൻസ് ഓഫീസിൽ അവിടേക്ക് വരികയാണ്. അപ്പോൾ ശരത്ത് ഇവരെ കാണുകയാണ്. കണ്ട വശം തന്നെ ശരത്ത് റൂമിൽ പോയിട്ട് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പറയുകയാണ് ഫൈനാൻസുകാരനോട്, 1,00,000 രൂപ വേണം, അത്യാവശ്യം ആയതുകൊണ്ട് ഞാൻ മുടങ്ങാണ്ട് അടച്ചോളാം, പ്ലീസ് ദയവ് ഇത് തരണമെന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നീട് ഫൈനാൻസുകാർ എന്താ പറഞ്ഞതെന്നൊന്നും അറിയില്ല. ശരത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അവർ പറഞ്ഞത്. അവർ 1,00,000 രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണെന്നറിയില്ല, കുറച്ച് കാശ് അവർ തരാനുണ്ട്. എന്തിനാവും അവർക്ക് ഇത്രയും മാത്രം കാശ് എന്ന് പറയാൻ കേട്ടോ ശരത്ത്. അപ്പോൾ ആൾ പറയണത്, നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും എന്ന് പറയുകയാണ്. എന്തായാലും ഒരു പദ്ധതി ഒപ്പിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ശരത്ത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് രേവതി ആവട്ടെ ലക്ഷ്മിയോട് പറയാണ്, അമ്മ എന്തിനാണ് അങ്ങോട്ട് വരാൻ പോയത്, പൊങ്കാലിക്ക് തട്ട് കൈമാറിയില്ലെങ്കിൽ ഇപ്പോൾ ഒന്നും വരാൻ പോകണമെന്നില്ലല്ലോ, അവരുടെ മുന്നിലൊക്കെ ഇപ്പം നാണം കെട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ ശരത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, എന്താണ് അമ്മ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ രേവതി നടന്ന സംഭവങ്ങളൊക്കെ പറയാൻ കേട്ടോ. ഓ, അതാണോ അത്രയും പ്രശ്നം, എന്നോട് പറയണ്ടേ, നമുക്കത് വഴി കാണാമല്ലോ, സ്വർണ്ണത്തട്ട് നമുക്കെന്താ കൊടുക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതിയും ലക്ഷ്മിയൊക്കെ ഞെട്ടുകയാണ്, നീ എന്താടാ ശരത്ത് ഈ പറയണതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി പ്രൊമോ കഴിയാണ് കേട്ടോ.